ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹരിതഗൃഹ പ്രവാഹത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രവാഹം. ഹരിതഗൃഹ പ്രവാഹത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം എന്നത്. ജോസഫ് ഫോറിയറാണ് ഹരിതഗൃഹ പ്രവാഹം കണ്ടെത്തിയത്. സ്വർണ്ണത്തവളയാണ് ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി എന്നത്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം എന്നത്. മീഥെയ്നും ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡും ഹരിതഗൃഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകാറുണ്ട്. നമ്മുടെ ഓസോൺ പാളിയാണ് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇളം നീല നിറമാണ് ഓസോണിന്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഡോപ്സൺ എന്ന യൂണിറ്റ് വെച്ചാണ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്നത്. ക്ലോറോഫ്ലൂറോ കാർബണാണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം. തോമസ് മെഡ്ജലയാണ് ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയവ. ക്രിസ്റ്റിൻ ഷോൺബെയാണ് ഓസോൺ കണ്ടെത്തിയത്. 1987 ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ വന്നത്. ആഗോളതാപനം മരമാണ് മറുപടി എന്നതാണ് ഹരിതകേരളം പദ്ധതിയുടെ മുദ്രാവാക്യം എന്നത്. ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്.